നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന ഈ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ രജനികാന്ത് നായകനായി അഭിനയിച്ച് ഇന്നും തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്ന പേട്ട എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്കിപ്പോൾ ബോക്സ് ഓഫീസ് കളക്ഷനെ കുറിച്ചുള്ള പലതരത്തിലുള്ള രേഖകൾ അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനകത്ത് ഏതൊക്കെ വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും വിശ്വാസയോഗ്യമായ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേയിലെ മാത്രമാണ്. അതും ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ കണക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന ഒരു ചിന്തയോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. തമിഴ്നാട്ടിൽ പേട്ട എന്ന സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ പേട്ട എന്ന ചിത്രം ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്നത് 23 കോടി രൂപയാണ്. ഇത് നമുക്കിപ്പോൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.0 നേടിയതിനേക്കാളും ഏകദേശം 14 കോടി രൂപയോളം കുറവാണ് ഈ 23 കോടി രൂപ എന്ന് പറയുന്നത്. പക്ഷെ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കാരണമുണ്ട്. വിശ്വാസം എന്ന ചിത്രം ഇതോടൊപ്പം റിലീസ് ചെയ്യുകയും ആ ചിത്രത്തിന് നല്ല രീതിയിൽ തന്നെ കളക്ഷൻ നേടുകയും ചെയ്തതുകൊണ്ടാണ് ഈ ചിത്രം അല്പം താന്നുപോയത് മീൻസ് രജനികാന്ത് ചിത്രങ്ങളെ അപേക്ഷിച്ച് അല്പം താന്നിരിക്കുന്നത്. എന്നാൽ മറ്റുള്ള നടന്മാരെ അപേക്ഷിച്ച് ചിത്രം നല്ല രീതിയിൽ തന്നെയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഫസ്റ്റ് ഡേ കളക്ഷൻ 23 കോടി രൂപ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിരിക്കുന്നത് 48 കോടി രൂപയാണ്. അതായത് നമുക്ക് വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഏരിയയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പേട്ട എന്ന രജനികാന്ത് ചിത്രം ആദ്യ ദിനം നേടിയിരിക്കുന്ന കളക്ഷൻ 48 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊന്നും നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇതൊരു വളരെ ചെറിയ വീഡിയോ ആയിരുന്നു. എല്ലാവരും കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.